അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹലാൽ കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ചിക്കൻ കേക്കാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനം ആദ്യമായിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി, 5-6 ചെറുതായി മുറിച്ചിട്ട പച്ചമുളക്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, അല്പം ഇഞ്ചി ചതച്ചത്, കുറച്ച് 200 ഗ്രാം ചിക്കൻ വേവിച്ച് ചെറുതായി മുറിച്ച് വെച്ചത്, അതിന് വേണ്ട ഓയിലും. ആദ്യം അതിന്റെ മസാല ഉണ്ടാക്കാം. ആദ്യമായി പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്ക്. പാനൊന്ന് ചൂടായാൽ ചെറുതായി മുറിച്ച ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വാടണമെങ്കിൽ അല്പം ഉപ്പ് കൂടി അതിൽ നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായി ചതക്കിയ ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യാം. 1 സ്പൂണ് ചെറുതായി മുറിച്ച ഇഞ്ചിയാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി മുറിച്ച അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി വാടിയാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ, കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കൻ ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കാബേജ് കൂടി ആഡ് ചെയ്യാനുണ്ട്. 200 ഗ്രാം കാബേജ് ചെറുതായി മുറിച്ച് വെച്ച കാബേജാണിത്. ഉള്ളിയും ക്യാരറ്റും ഒന്ന് വാടിയാൽ അതിലേക്ക് നമുക്ക് കാബേജ് ആഡ് ചെയ്യാം. ഉള്ളി അധികം ചേർക്കുന്നില്ല, ഒരു ഉള്ളിയാണ് ഇതിൽ ചേർക്കുന്നത്. കൂടുതലും കാബേജാണ്. കാബേജും ഒരു ക്യാരറ്റുമാണ് ഇതിൽ ചേർത്തത്. ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ 6 പച്ചമുളകാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ അല്പം കുരുമുളകും നമുക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇതിൽ ചേർത്തത്. ഇപ്പൊ കാബേജ് നന്നായി വാടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ച് ചെറുതായി മുറിച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ വേവിക്കുന്ന നേരം അല്പം ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കണം. 200 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. ഈ മസാല ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. സൺഫ്ലവർ ഓയിലോ ഏതായാലും വെക്കാം, ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് കൂടി ഇതിലേക്ക് ചേർക്കാം. മല്ലിച്ചപ്പും ചെറുതായി മുറിച്ച മല്ലിച്ചപ്പും എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് അടച്ച് മൂടി വെച്ച് ഒന്ന് വേവിക്കാം.
വെച്ച് ഒന്ന് ചെറു തീയിലൊന്ന് വേവിക്കാം. ഇതിൻ്റെ മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് എരിവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള എരിവാണ്. ഇപ്പോൾ മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ കേക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായത് 10 മുട്ട വേണം. അപ്പോൾ ഇതാ ഞാൻ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇപ്പം 10 മുട്ടയും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളകും അല്പം ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ആക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും ഇതിലേക്ക് ആഡ് ചെയ്യണം. ബ്രെഡ് പത്തിരി എന്നും ഇതിന് പറയും. ഞങ്ങൾ പറയുന്നത് ബ്രെഡ് ഇറച്ചി കേക്ക് എന്നാണ്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അതിന് വേണ്ട ബ്രെഡ് ഒരു പാക്ക് ബ്രെഡാണ്. അതിൻ്റെ ചുവപ്പ് ഭാഗം കളഞ്ഞു വെച്ച ബ്രെഡാണിത്. കരിഞ്ഞ ഭാഗമൊക്കെ കളഞ്ഞു വെച്ച ബ്രെഡാണിത്. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡ് പത്തിരിക്കുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഒരു വലുപ്പമുള്ള മീഡിയം സൈസ് ഒരു പാനാണ്. കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാനാണ് ഇതിന് വെക്കേണ്ടത്. ഞാനിപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇതൊന്ന് ചൂടായാൽ നമുക്ക് ഇതുണ്ടാക്കാൻ ആരംഭിക്കാം. ഇതിനിപ്പം പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കണം. അല്ലാണ്ട് അടിയിൽ പറ്റിപ്പോവും. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലെങ്കിലും ഒഴിക്കണം. ഇതിൽ ഉപ്പും കുരുമുളകും ഇട്ട് മിക്സാക്കിയ മുട്ടയാണിത്. ഇതാദ്യം ഒന്ന് ഓയിൽ ഒഴിച്ചാൽ അതിന് ശേഷം ഒന്ന് ഇതിലേക്ക് കുറച്ച് മുട്ട ഇതിലേക്ക് ഒഴിക്കാം. മുട്ട കലക്കിയത് അതിനുശേഷം മുറിച്ച് വെച്ച ബ്രെഡ് ഇതിലേക്ക് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും മുട്ട കലക്കിയത് ഒഴിക്കാം. ചട്ടിപ്പത്തിരിൻ്റെ തൊലി വെക്കുന്നതിന് പകരം ബ്രെഡ് വെക്കുന്നതാണ് ചട്ടിപ്പത്തിരി പോലെ. ബ്രെഡ് ചട്ടിപ്പത്തിരി എന്നും പറയാം ഇതിന്. അതിനു മുകളിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല വെക്കാം.
അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്രെഡ് കേക്കിൻ്റെ മസാലയാണിത്. അപ്പം ഞാൻ ആവശ്യത്തിന് മസാല ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാലയാണ് ഇതിന് ബാക്കിയുള്ളൂ. അതിന് മുകളിൽ നമ്മൾ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇതിൻ്റെ എത്താത്ത ഭാഗത്തുള്ള ഒരു കഷ്ണം മുറിച്ച് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് നികത്താം കഷ്ണം കഷ്ണം വെച്ചിട്ട്. അതിന് മുകളിൽ വീണ്ടും നമുക്ക് കലക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. എല്ലായിടത്തും മുട്ട കലക്കിയത് ഇതിലേക്ക് എത്തുന്ന വിധത്തിൽ നാം വയ്ക്കണം. ഇപ്പം ഞാൻ മുഴുവൻ മുട്ടയും ഇതിലേക്ക് റെഡിയാണ്. ഇപ്പം ഞാൻ കലക്കിയ മുട്ട മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഇതിപ്പം കാണാൻ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ്സിൽ കൂടി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ മതി. ഇത് ഇതിൻ്റെ തുറക്കാണ്ട് തന്നെ ഇതിലേക്ക് കാണാം ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് മൂടി വെക്കാം അടച്ച്. ഇപ്പോൾ ഇത് വെച്ച് ഒരു 10 മിനിറ്റായി. ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കി ഇതിൻ്റെ മേലെ ക്യാപ്സിക്കവും തക്കാളിയും വട്ടത്തിൽ മുറിച്ച് വെച്ചതൊന്ന് ഡെക്കറേഷൻ വെക്കാം. ഇപ്പം ഞാൻ അത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം തക്കാളി എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഇപ്പം ബ്രെഡ് ചിക്കൻ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ലൈസ്ഡ് ചീസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ്. ഇതിന് മേലെ ഒരു മഞ്ഞ കളർ കാണാം, അത് ചീസാണ്. അത് ഞാൻ ചേർക്കുന്നത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിനോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ചീസ് ഇല്ലാതെയും നല്ല തന്നെയാണ് ഇത്. ഇപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല പിസ്സ മോഡൽ നല്ല ബ്രെഡ് ചിക്കൻ കേക്കാണിത്. പിസ്സ മോഡൽ പോലെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. മറക്കരുത് കേട്ടോ. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും.